1 കോടി സേവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? എത്ര നാളെടുത്തായിരിക്കും ഈ 1 കോടി രൂപ സേവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നത്? കോടീശ്വരനാകുന്നത് ഇത്ര ഈസിയാണോ? എത്ര രൂപ ചെലവാക്കണം? എത്ര രൂപയാണ് സേവ് ചെയ്യേണ്ടത്? എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള പല സംശയങ്ങളുടെയും ഉത്തരമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ് വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ബോസ് വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോ ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ സാലറി 30,000 രൂപയോ അതിൽ താഴെ ആയിക്കൊള്ളട്ടെ, ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വളരെ ഈസിയായി 1 കോടി രൂപ സമ്പാദിക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനിപ്പോ ഈ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നൊരു ചോദ്യമായിരിക്കും, വെറും 30,000 രൂപ സാലറി വെച്ച് ഈ 1 കോടി രൂപ എങ്ങനെയാ ഉണ്ടാക്കാൻ പറ്റുന്നത്, ഇവൾ എന്താ പറയുന്നതെന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത്. പക്ഷെ അതിനു മുമ്പേ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങളുടെ സാലറി 30,000 രൂപയാണ്, ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷേ മാസത്തിൽ നിങ്ങൾ എത്ര രൂപയാണ് നിങ്ങളുടെ ചെലവിനായി ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ എക്സ്പെൻസ് എത്രയാണ്? കറക്റ്റായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കുമോ? ഒരു സംശയമുണ്ടല്ലേ, പെട്ടെന്ന് അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല അല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ കൃത്യമായി, ഞാനിപ്പോ നിങ്ങളുടെ സാലറി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു എമൗണ്ട് പറയാൻ സാധിക്കും. ഒന്നിൽ 40,000 രൂപ എന്നായിരിക്കും, അതും അല്ലെങ്കിൽ 50,000 രൂപയാണ്, 25,000 രൂപയാണ്, അങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ ഓരോ മാസവും എത്ര രൂപയാണ് ചിലവഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ ഒരു തടസ്സമുണ്ട്, അല്ലെങ്കിൽ കോൺഫിഡന്റ് ആയി, അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണ് ചിലവഴിക്കുന്നുള്ള കണക്ക് നിങ്ങൾക്ക് കൃത്യമായി അറിയില്ല എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഉണ്ടാകുന്നത്. നമുക്ക് എത്രയാണ് സാലറി കിട്ടുന്നത് നമുക്കറിയാം, പക്ഷെ നമ്മൾ എത്ര രൂപയാണ് ചിലവഴിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. ഓരോരുത്തർക്കും ആദ്യത്തെ മിസ്റ്റേക്ക് പറ്റുന്നത് ഇവിടെ നിന്നാണ്. നിങ്ങൾ എത്ര രൂപയാണോ ചിലവഴിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ എത്ര രൂപയാണോ സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനൊരു ഉദാഹരണം, ഒരു കഥ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ കഥയിലെ ആ ക്യാരക്ടറിന്റെ പേര് ഞാനിപ്പോൾ വിഷ്ണു എന്ന് നൽകാം. നിങ്ങൾക്ക് ആ വിഷ്ണു നിങ്ങളാണ്, ഞാനാണ്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുമാണ് ഒരു വിഷ്ണു. ഞാനൊരു കഥയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വിഷ്ണുവിന് 25 വയസ്സായെന്ന് കരുതുക. വിഷ്ണുവിന് ഇപ്പൊ മാസം 30,000 രൂപ സാലറി ഉള്ള ഒരു ജോലി കൊച്ചിയിൽ കിട്ടിയിട്ടുണ്ട്. ഒരു IT കമ്പനിയിലാണ് വിഷ്ണു വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ കരുതുക. പക്ഷേ വിഷ്ണുവിനും നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ, നമ്മളുടെ എല്ലാ സാധാരണക്കാരായ എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് കുറച്ച് എനിക്ക് സേവ് ചെയ്യണം, ഫ്യൂച്ചറിൽ അത് ഉപയോഗിക്കണം, അതായത് ഇൻവെസ്റ്റ്മെന്റിലൂടെ എനിക്ക് കൂടുതൽ പണം സമ്പാദിച്ച് ഫ്യൂച്ചറിൽ സമാധാനമായി ജീവിക്കണം എന്നുള്ള ആഗ്രഹം വിഷ്ണുവിനും ഉണ്ടായിരുന്നു. ഇപ്പോൾ വിഷ്ണുവിന് തോന്നിയ ഈ ഒരു ആഗ്രഹം ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും തോന്നിയെങ്കിൽ ഈ ഒരു വീഡിയോ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കാണുക. ഒരു ഉദാഹരണത്തിന്, വിഷ്ണുവിന് ഞാൻ പറഞ്ഞു, വിഷ്ണുവിന് 30,000 രൂപയാണ് സാലറി ലഭിക്കുന്നത്. വിഷ്ണുവിന് ലഭിച്ച ഈ ഒരു സാലറി വിഷ്ണു എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാനൊരു ടേബിളിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ലഭിച്ച 30,000 രൂപ വിഷ്ണു എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, വിഷ്ണുവിന്റെ ചെലവുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് വിഷ്ണു ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അത് തന്നെ നമ്മുടെ പേഴ്സന്റെ നെയിം വിഷ്ണു, അതുപോലെ തന്നെ നമ്മൾ ഏജ് ഓൾറെഡി പറഞ്ഞതാണ്, 25 വയസ്സാണ് വിഷ്ണുവിനുള്ളത്. വിഷ്ണു വർക്ക് ചെയ്യുന്ന സ്ഥലം കൊച്ചിയിലാണ്. മന്ത്ലി സാലറി വിഷ്ണുവിന് ലഭിക്കുന്നത് എത്രയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, 30,000 രൂപയാണ് വിഷ്ണുവിന് മന്ത്ലി സാലറി ലഭിക്കുന്നത്. അപ്പോൾ വിഷ്ണുവിന്റെ ചെലവുകളിലേക്കാണ് നമ്മൾ അടുത്ത് കണക്കുന്നത്. പേയിങ് ഗസ്റ്റ് ആയിട്ടാണ് വിഷ്ണു താമസിക്കുന്നത്. അതിന്റെ ഇൻക്ലൂഡിംഗ് ആ ഒരു നമ്മൾ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് മീൽസും സ്നാക്സ് ഒക്കെ ലഭിക്കും. അതിനുവേണ്ടി വിഷ്ണു സ്പെൻഡ് ചെയ്യുന്നത് 7,000 രൂപയാണ്. പിന്നെ ട്രാവൽ എക്സ്പെൻസ്, എവിടെയെങ്കിലും, അതായത് പേയിങ് ഗസ്റ്റ് ആയിട്ടാണ് വിഷ്ണു താമസിക്കുന്നതിൽ നിന്നും കുറച്ച് അകലെയായിരിക്കും വിഷ്ണു ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ 1,500 രൂപ കണക്കാക്കിയിട്ടുണ്ട്. മൊബൈൽ റീചാർജ്, പർച്ചേസ് ഓഫ് എസെൻഷ്യൽ ഐറ്റം, അതായത് നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ആവശ്യങ്ങളുണ്ട്, ആ ഒരു ആവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനും അതുപോലെ തന്നെ മൊബൈൽ റീചാർജും അതിനൊക്കെ ആയിട്ട് നമ്മൾ ഒരു 2,200 രൂപ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ സിനിമ, ഔട്ട്സൈഡ് മീൽസ്, അതർ എക്സ്പെൻസ്, അതായത് മനുഷ്യരാണ്, നമുക്ക് എൻജോയ്മെന്റ് വേണം, എപ്പോഴും വർക്ക്, വീട്, ഓഫീസ് മാത്രമായിട്ട് ജീവിക്കാൻ പറ്റില്ല, നമുക്കും എന്റർടൈൻമെന്റ് ജീവിതത്തിൽ വേണം, സിനിമ കാണണം, നല്ല ഫുഡ് കഴിക്കണം. അതിനേക്കും വേണ്ടി വിഷ്ണു കുറച്ച് പൈസ, അതായത് 3,000 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീമിയം എമൗണ്ട് ഓഫ് ടേം ഇൻഷുറൻസ് വിത്ത് 5 lakh കവറേജ് ടിൽ 65 years, അതിൽ വേണ്ടിയും 600 രൂപ വിഷ്ണു ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എന്തൊക്കെ ചിലവുകളാണ് വിഷ്ണു ചെയ്തത് നമ്മൾ ഒരു ആവറേജ് കാൽക്കുലേഷൻ ചെയ്തു. അപ്പൊ ടോട്ടൽ വിഷ്ണു ഒരു 15,000 രൂപയാണ് ഈ ഓരോ മാസത്തെ എക്സ്പെൻസിനായിട്ട് മാറ്റി വെക്കുന്നത്. വിഷ്ണുവിന്റെ ടോട്ടൽ സാലറി നമ്മൾ പറഞ്ഞു 30,000 രൂപയാണ്. അതിന്റെ ഹാഫ് 15,000 വിഷ്ണുവിന്റെ എക്സ്പെൻസിന് വേണ്ടി ഉപയോഗിച്ചു. ബാക്കി വിഷ്ണുവിന്റെ കയ്യിലുള്ളത് ഹാഫ് എമൗണ്ട് ആണ് 15,000. അപ്പോൾ ഈ ഒരു 15,000 വിഷ്ണു എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു ടേബിൾ കാണുമ്പോൾ മനസ്സിലാവും വിഷ്ണുവിന്റെ ആ ഒരു എക്സ്പെൻസ് ഒക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് വളരെ ചുരുക്കിയാണ്. വിഷ്ണുവിന്റെ സാലറിയുടെ ചിലവുകളൊക്കെ ചുരുക്കിയാണ് ജീവിക്കുന്നത്. പക്ഷെ ഓരോരുത്തർക്കും ഡിപ്പെൻസ് ആണ്. വിഷ്ണുവിന്റെ ചിലവായിരിക്കില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ചിലവ്, ആ ഒരു എമൗണ്ട് ആയിരിക്കില്ല ഞാൻ എന്റെ ലൈഫിൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ഡിപ്പെൻഡ് ആണ്. മാക്സിമം ചിലവ് ചുരുക്കി ജീവിച്ചാൽ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിനായി ഉപയോഗിക്കാം. അതും വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്.
ഇപ്പൊ നമ്മൾ വിഷ്ണുവിന്റെ സാലറിയും വിഷ്ണുവിന്റെ വിഷ്ണു എന്തിനൊക്കെയാണ് പൈസ ചിലവഴിക്കുന്നത് എന്നുള്ള ഒരു ലിസ്റ്റ് കറക്റ്റ് ആയിട്ട് കണ്ടു. ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ സാലറി എത്രയാണ്, നിങ്ങൾ എത്ര രൂപയാണ് മാസം സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു ടേബിൾ ഉണ്ടാക്കുക എന്നതാണ് വളരെ പ്രധാനം. അപ്പൊ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം 15000 രൂപ ഞാൻ ചിലവഴിച്ചു, ബാക്കി 15,000 എന്റെ കയ്യിലുണ്ട്, ഈ ഒരു 15,000 വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് കോടീശ്വരനാകുന്നത് അല്ലെങ്കിൽ കോടീശ്വരി ആകുന്നത് എന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പൈസ വെച്ച് കോടീശ്വരനാകാൻ കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്. അതെങ്ങനെയാണെന്നും ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു 15000 എങ്ങനെ നമുക്ക് ലക്ഷങ്ങളും കോടിയുമാക്കി മാറ്റിയെടുക്കാം. ഇവിടെ വിഷ്ണു ചെയ്യാൻ പോകുന്നത് ഈ ഒരു 15000 രൂപ വെച്ച് 15 വർഷത്തിൽ 75 ലക്ഷം രൂപ സമ്പാദിക്കാൻ പോവുകയാണ്. എങ്ങനെയാണെന്നല്ലേ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ് വിഷ്ണുവിന്റെ പ്രായം 25 വയസ്സാണ്. അപ്പോൾ ഈ ഒരു 25 വയസ്സിൽ തന്നെ വിഷ്ണുവിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുകയാണ്. എത്ര ചെറിയ പ്രായത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുന്നുവോ അത്രയും റിസ്ക് ഫാക്ടർ നിങ്ങൾക്ക് കുറവായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഒരു 25 വയസ്സിലാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും അതിലൊരു തകർച്ച ഉണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾ 40 വയസ്സിലോ 50 വയസ്സിലോ ആണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുകയും അപ്പോൾ ഒരു തകർച്ച ഉണ്ടാകുകയും ചെയ്താൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും വലുതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കാൻ സാധിക്കുമോ അത്രയും വേഗത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആരംഭിക്കാൻ തയ്യാറായിക്കൊള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വിഷ്ണുവിന് ഇപ്പം വെറും 25 വയസ്സ് മാത്രമാണുള്ളത്. വലിയ പ്രാരാബ്ദങ്ങളൊന്നും തന്നെ ഇല്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല, സിംഗിൾ ആണ്. അപ്പോൾ സിംഗിൾ പസൊക്കെ എല്ലാവർക്കും വേണ്ടി കൂടെയാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ പൈസ, അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കറക്റ്റായി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ പണം കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ സുഖമായി ജീവിക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് വിഷ്ണു ഈ ഒരു 15,000 ഉപയോഗിച്ച് ആ ഒരു 75 ലക്ഷം രൂപ എന്ന ഒരു എമൗണ്ടിലേക്ക് എത്തിയതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വിഷ്ണു റിസ്ക് എടുക്കാൻ തയ്യാറാണ്. വിഷ്ണു ആ ഒരു 15,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. SIP-യിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് 15 വർഷത്തേക്ക്. അത് എങ്ങനെയാണെന്ന് ഞാൻ ഈ ഒരു ടേബിളിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ വിഷ്ണു ചെയ്യാൻ പോകുന്നത് മന്ത്ലി SIP എമൗണ്ട് വരുന്നത് 15000 രൂപയാണ്. ഇൻവെസ്റ്റ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് 15 വർഷമാണ്. ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിലൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏർണിംഗ്സ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 12% എക്സ്പെക്ട് ചെയ്യുന്ന ഏർണിംഗ്സ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഓവർ 15 ഇയേഴ്സ്, അതായത് നമ്മൾ ഈ ഒരു 15 വർഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 27 ലക്ഷം രൂപയാണ്. അതായത് മാസം 15000 രൂപ വെച്ച് 15 വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 27 ലക്ഷമാണ്. പക്ഷേ ആ ഒരു 15 വർഷം കഴിയുമ്പോഴത്തേ നമുക്ക് കിട്ടാൻ പോകുന്നത് 48.68 ലക്ഷം രൂപയാണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഏർണിംഗുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഈ ഒരു 15 വർഷത്തിൽ 15,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ആയിട്ട് ലഭിക്കാൻ പോകുന്നത് 75.68 ലക്ഷമാണ്. അതായത് നോക്കൂ, വെറും 15000 രൂപ 15 വർഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോഴേക്കും 15 വർഷം കഴിഞ്ഞപ്പോൾ വിഷ്ണുവിന്റെ കയ്യിൽ ലഭിക്കുന്നത് 75 ലക്ഷം രൂപയാണ്. ഇപ്പോൾ വിഷ്ണു ഒരു ലക്ഷപ്രഭു ആയി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് വിഷ്ണു കോടികളുടെ ഉടമയായി മാറുന്നതെന്ന് നമുക്ക് നോക്കാം. SIP-യിലൂടെ നമ്മൾ എന്താണ് നോർമലി ചെയ്യുന്നത്? മാസാമാസം ഒരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് റിട്ടേൺ ലഭിക്കുന്നു, അല്ലെങ്കിൽ അത് ഡബിളായി മാറുന്നു. നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 15000 മാസാമാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 15 വർഷം കഴിയുമ്പോൾ നമുക്ക് 75 ലക്ഷമായിട്ട് തിരിച്ചു കിട്ടുന്നു. അതിലിങ്ങനെ ഇത്ര വർഷം ഇടണം അല്ലെങ്കിൽ ഇത്ര വർഷത്തിൽ നിർത്തണം, അങ്ങനെ ടെന്യൂർ പീരീഡ് ഒന്നുമില്ല. നമ്മൾ എത്ര നാൾ ലോങ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് എത്ര നാൾ അധികം നമ്മൾ ചെയ്യുന്നു അത്രയും നമുക്ക് കൂടുതൽ റിട്ടേൺ ലഭിക്കും. വളരെ കുറച്ച് കാലമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത്രയും കുറച്ച് റിട്ടേൺ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതാണ് SIP-യുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലോജിക്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ 1 കോടി രൂപ ഉണ്ടാക്കേണ്ടത്? അവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാൻ സ്റ്റെപ്പ് അപ്പ് SIP. അപ്പൊ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും, SIP അറിയാം, പക്ഷെ എന്താണ് ഈ സ്റ്റെപ്പ് അപ്പ് SIP? ഇനി വേറെ എന്തെങ്കിലും ഫണ്ട് നൽകണോ? എന്താണ് ഇത്? മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നും ടെൻഷൻ അടിക്കണ്ട, അതും ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഓരോ വർഷവും ഒരു 10% അധികം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു തുകയിൽ നിന്ന് അധികമായി നൽകുക. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ 10,000 ആണ് SIP-യിൽ നോർമലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഓരോ വർഷം കഴിയുന്നതോറും 10% ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക. നോർമലാണ്, നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഒരു വർഷം നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം ആകുമ്പോൾ നിങ്ങൾക്ക് ഇൻക്രിമെന്റ് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു 10% ഇൻക്രിമെന്റ് ഉണ്ടാവും. നിങ്ങളുടെ സാലറി കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിലും നിങ്ങൾ പൈസ അധികം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴേ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റും കൂടുതൽ വളരുകയുള്ളൂ. അപ്പൊ നമ്മളൊന്ന് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് ഇയർ ഒരു 15,000 ആണ് മന്ത്ലി നൽകിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു 10% എക്സ്ട്രാ നൽകി 16,500 രൂപ പെർ മന്ത് നൽകാൻ തുടങ്ങി. അടുത്ത 3ാമത്തെ വർഷമായപ്പോൾ വീണ്ടും ഒരു 10% ഇൻക്രീസ് ചെയ്തു, 18,150 രൂപ പെർ മന്ത് നൽകാൻ തുടങ്ങി. 4ാമത്തെ വർഷം വീണ്ടും ഒരു 10% അധികം നൽകി, അപ്പോൾ 19,965 രൂപ വീതം മാസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5ാമത്തെ വർഷം നോക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ ഒരു 10% അധികം നൽകി, അവിടെ 21,962 രൂപ നിങ്ങൾ മാസം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഓരോ വർഷവും 10% വീതം നിങ്ങൾ അധികം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും 1 കോടി രൂപ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ
വർഷത്തിനുള്ളിൽ നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഓരോ വർഷവും ഞാൻ എങ്ങനെയാണ് ഈ ഒരു 10% എക്സ്ട്രാ നൽകുന്നത്, ഒരുപക്ഷെ എന്റെ സാലറി ഇൻക്രിമെന്റ് ചെയ്താലും എനിക്ക് ചെലവുകൾ ഉണ്ടാവില്ല എന്നതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെയാണ് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എല്ലാം പറ്റുന്ന പ്രശ്നം. നമ്മളുടെ സാലറി കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ, അതായത് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് തുക ഉയർത്താൻ ശ്രമിക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിലൂടെ എല്ലാവർക്കും റിട്ടേൺ ലഭിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നമ്മൾ ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രമേ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു റിട്ടേൺ ലഭിക്കുകയുള്ളൂ, വലിയ രീതിയിലുള്ള റിട്ടേൺ ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ വളരെ ലോങ് ടൈം പീരീഡിൽ നമുക്ക് ആ ഒരു റിട്ടേൺ ലഭിക്കുന്നു. നമ്മൾ ഇത്തരത്തിൽ സ്റ്റെപ്പ് അപ്പ് SIP-യിലൂടെ ആ ഒരു 10% അധികം നൽകി വളരെ വേഗത്തിൽ, അതായത് എത്ര ഒരു ടൈം പീരീഡിലാണ് നമുക്ക് ഈ 1 കോടി രൂപ ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു ടേബിളിലൂടെ നോക്കാൻ പോകുന്നത് ഇനിഷ്യൽ ഇയർ SIP എമൗണ്ട് നമ്മൾ പറഞ്ഞു 15,000 ആണ് നമ്മൾ നൽകുന്നത്. ഇൻക്രീസ് ഇൻ SIP എമൗണ്ട് എവറി ഇയർ, അതായത് സ്റ്റെപ്പ് അപ്പ് SIP-യിലൂടെ നമ്മൾ 10% ഓരോ വർഷവും കൂട്ടി കൊണ്ടുവരികയാണ്. ഇൻവെസ്റ്റ്മെന്റ് പീരീഡ് സെയിം 15 വർഷമാണ്. ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ആണ്. ഏർണിംഗ് എക്സ്പെക്ടഡ് 12%, ഒരു വർഷത്തിൽ 12% നമ്മൾ ഏർണിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു 15 വർഷത്തിൽ നമ്മൾ ടോട്ടൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 57 ലക്ഷമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു 15 വർഷത്തിൽ നമുക്ക് റിട്ടേൺ ലഭിക്കാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 71 ലക്ഷം രൂപയാണ്. അപ്പോൾ ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഏർണിംഗ് ഓവർ 15 ഇയേഴ്സ്, അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും ഏർണിംഗും ഈ ഒരു 15 വർഷത്തിൽ നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു സ്റ്റെപ്പ് അപ്പ് SIP-യിലൂടെ ഓരോ വർഷവും 10% കൂട്ടി നമ്മൾ ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 15 വർഷത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 1.29 കോടി, അതായത് 1,29 ലക്ഷം രൂപയാണ് ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. നോർമലി നമ്മൾ വെറും 15,000 രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് വെറും 75 ലക്ഷം രൂപയാണ്. ഇത്തരത്തിലുള്ള സ്റ്റെപ്പ് അപ്പ് SIP-യിലൂടെ നമ്മൾ ഓരോ വർഷവും 10% ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ സെയിം 15 വർഷത്തിൽ നമുക്ക് 1,29 ലക്ഷം രൂപ നമ്മളുടെ കൈകളിൽ എത്തുന്നു. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോന്റെ തുടക്കത്തിൽ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, അതായത് ആ 30,000 സാലറി ഉപയോഗിച്ച് നമുക്ക് കോടികൾ സമ്പാദിക്കാൻ കഴിയുമോ, അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ആരംഭിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കും സാധിക്കും, നിങ്ങൾക്കും വളരെ ഈസി ആയി കോടികൾ സമ്പാദിക്കാൻ സാധിക്കും. നമ്മളെ പോലുള്ള മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരെല്ലാവരുടെ പ്രശ്നമാണ് കിട്ടുന്ന സാലറി അങ്ങനെ ഉപയോഗിക്കുന്നു, ജീവിക്കുന്നു, കഴിയുന്നു. അതായത് സാലറി കഴിയുമ്പോൾ നോർമൽ ഒന്നും കയ്യിൽ ഉണ്ടാവില്ല. നമ്മൾ മാക്സിമം ചിലവ് ചുരുക്കി എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഫ്യൂച്ചറിൽ നമുക്ക് അത് ഉപയോഗിച്ച് സന്തോഷമായി ജീവിക്കാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എമർജൻസി ഫണ്ടിൽ നിങ്ങൾ നിക്ഷേപിക്കുക. കാരണം എപ്പോഴാണ് നമ്മളുടെ ജോലി ഇല്ലാതാകുന്നത്, എപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത്, അപ്പോൾ നമുക്കൊരു പൈസ അല്ലെങ്കിൽ ഒരു തുക ആവശ്യമായി വരുമ്പോൾ ആരോടെങ്കിലും കടം വാങ്ങേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ആരുടെങ്കിലും മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത്. അപ്പോൾ നിങ്ങൾ അധ്വാനിക്കുന്ന ഈ ജോലി ചെയ്യുന്ന ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ ആ ഒരു എമർജൻസി ഫണ്ടിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ എത്ര രൂപയാണ് ആ ഒരു എമർജൻസി ഫണ്ടിലേക്ക് നിക്ഷേപിക്കേണ്ടതെന്ന് ഒരു സംശയം ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു 6 മാസം എത്ര രൂപയാണ് ചിലവ് വരുന്നത്, ആ ഒരു എമൗണ്ട് നിങ്ങൾ ഓൾറെഡി സേവ് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ജോലി ഉണ്ടാവാം, ഒരുപക്ഷെ കോവിഡ് പോലുള്ള എന്തെങ്കിലും പ്രശ്നം എന്ത് വേണമെങ്കിലും ഉണ്ടാകും. ആ ഒരു സമയത്ത് ജോലി ഇല്ലെങ്കിലും നിങ്ങൾക്ക് മറ്റൊരു ജോലി കണ്ടെത്തുന്നതിന് ആ ഒരു ടൈം പീരീഡ്, ഒരു 6 മാസത്തെ ആ ഒരു തുകയെങ്കിലും നിങ്ങൾ സേവ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ വിഷ്ണുവിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. വിഷ്ണുവിന് 30,000 രൂപയാണ് സാലറി. വിഷ്ണു അതിൽ 15,000 രൂപയാണ് ഓരോ മാസവും ചെലവിനായി ഉപയോഗിക്കുന്നത്. 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അതെങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. അപ്പൊ വിഷ്ണുവിന് ഒരു പക്ഷേ ഇത്തരത്തിൽ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ വിഷ്ണുവിന് 6 മാസം ജീവിക്കാൻ വേണ്ടത് 15,000 into 6, അതായത് വിഷ്ണുവിന് ഈ ഒരു 6 മാസം ജീവിക്കാൻ വേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 90,000 രൂപയാണ്. അതുപോലെ നിങ്ങളുടെ സാലറി എത്രയാണോ, ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കും എത്ര രൂപ സാലറി തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഓരോ മാസത്തെ കണക്ക് കൃത്യമായി നോട്ട് ചെയ്യുക. ആ ഒരു കണക്ക് പ്രകാരം നിങ്ങൾ ഓരോ മാസവും ഉപയോഗിക്കുന്ന എത്ര രൂപയാണോ അത് into 6, ആ ഒരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് 6 മാസം നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു തുക. അത് നിങ്ങൾ എപ്പോഴും സേവ് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എവിടെയാണ് ഈ ഒരു പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കാൻ കഴിയുന്ന രീതിയിൽ ഏതെങ്കിലും അക്കൗണ്ടിലോ അതുമല്ലെങ്കിൽ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിലോ നിങ്ങൾക്ക് ഈ ഒരു പണം ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു 6 മാസത്തെ ആ ഒരു എക്സ്പെൻസ് നിങ്ങൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാൻ പാടുള്ളൂ. അതായത് നമ്മുടെ എപ്പോഴും നമ്മുടെ ബേസ്മെന്റ് സ്ട്രോങ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് വലിയ ബിൽഡിംഗ് പണിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ജോലി നഷ്ടമായാലും നമുക്ക് ആ ഒരു 6 മാസം സുഖമായി ജീവിക്കാനുള്ള ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ ഒരു ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് 15,000 രൂപ 15 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കോടികളായി മാറ്റാനുള്ള ആ ഒരു വഴി നിങ്ങൾ പ്രയോഗിക്കുക. ഈ ഒരു 6 മാസത്തെ എമർജൻസി ഫണ്ട് സേവ് ചെയ്ത് വെക്കണമെന്ന് ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞതാണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചിലവ് എന്താണ്, എപ്പോഴാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ,
നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം, വെറും 30,000 രൂപ സാലറി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 15 വർഷത്തിൽ 1 കോടി രൂപ സമ്പാദിക്കാൻ, അതായത് സേവ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണ്, അതിന്റെ വഴിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ലൈക്ക് ചെയ്ത് എന്നെയും അറിയിക്കുക. കാരണം ഇതുപോലുള്ള നിരവധി വീഡിയോ ഇനിയും ചെയ്യാനുള്ളതാണ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യുക. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയുക. നമുക്ക് ആ ഒരു വീഡിയോയും ചെയ്യാവുന്നതാണ്. Bosswala. Be the boss.